തിരുവനന്തപുരം പാലോട് മങ്കയത്ത് കൊച്ചാറ്റിലിൽ മലവെള്ളപ്പാച്ചിൽ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഉൾവനത്തിൽ ശക്തമായ മഴ പെയ്താണ് മലവെള്ളപ്പാച്ചിലിന് കാരണം. മങ്കയം വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലയാണിത്. പി സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ, പ്രത്യേകിച്ച് ഒരു മലയോര മേഖലയാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ മലവെള്ളപ്പാച്ചിൽ പ്രദേശത്താകെ ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിലത്തെ സാഹചര്യം എന്താണ്? അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് പാലോട് മങ്കയത്ത് കൊച്ചാറ്റിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. പ്രദേശത്ത് മഴ ഉണ്ടായിരുന്നില്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായായിരുന്നു പുഴ നിറഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശം വെള്ളത്തിലാവുകയും ചെയ്തത്. മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര മേഖലയാണിത്. സംഭവ സമയം സഞ്ചാരികളില്ലാത്തത് വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. ഈ വീട്ടിലേക്ക് വെള്ളം കയറുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് അപായങ്ങളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 വർഷം മുമ്പ് പ്രദേശത്ത് ഇതുപോലെ അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും 3 പേർ മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭരണകൂടം ഇവിടെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉൾവനത്തിൽ ശക്തമായ മഴ പെയ്തതാണ് ഈ മലവെള്ളപ്പാച്ചിലിന് കാരണമെന്നാണ് വിലയിരുത്തുന്നത്. അജി കുഞ്ഞുമോൻ.